ഈ ഒരു വീഡിയോ പലരുടെയും ചോദ്യങ്ങൾക്കുള്ള മറുപടിയും കഴിഞ്ഞ കുറച്ചധികം ദിവസമായിട്ട് എൻ്റെ ലൈഫിൽ നടക്കുന്ന ട്രാജഡീനെ പറ്റിയാണ്. കഴിഞ്ഞ കുറച്ചധികം നാളായിട്ട് സുഖിച്ച് ജീവിക്കുകയായിരുന്നു ഞാൻ. ഞങ്ങളുടെ റെസ്റ്റോറൻറ്റ് പാർക്കിങ്ങിൽ എനിക്ക് ഇഷ്ടമുള്ള വണ്ടികൾ എൻ്റെ അടുത്ത് വരുന്നു, വണ്ടിക്കാർ വരുന്നു, ഓരോട് സംസാരിക്കാൻ പറ്റുന്നു, വീഡിയോ എടുക്കുന്നു. അങ്ങനെ ഞാൻ സുഖിച്ച് ജീവിക്കുകയായിരുന്നു, ഒരു ടെൻഷൻ ഇല്ലായിരുന്നു. അങ്ങനെ 5000 ഫോളോവേഴ്സിൽ നിന്ന് പെട്ടെന്ന് ഒരു 10K ഫോളോവേഴ്സായി. അങ്ങനെ ഞാൻ സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് ഇപ്പം ഞാൻ അവിടെ ഇല്ല. പലരും എന്നെ വിളിച്ചിട്ട് ബാലു പുറത്ത് പോകാം, അല്ലെങ്കിൽ വീഡിയോ എടുക്ക്. ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് തന്നെ റെസ്റ്റോറൻറ്റ് വരുന്ന ആൾക്കാരെണ്ണം കൂടിയിട്ടുണ്ട്. എല്ലാവരോടും ഞാൻ ഒരുമിച്ച് പറയാം, ഞാനിപ്പോൾ അവിടെ ഇല്ല. എന്നെ കാണണമെങ്കിൽ നിങ്ങൾ വൃന്ദാവൻ ഇങ്ങോട്ട് വരണം. എനിക്ക് നല്ലൊരു ഓഫർ വൃന്ദാവൻ ഗാർഡൻ്റെ അവിടെ നിന്ന് ഇവിടെ തന്നെ റെസ്റ്റോറൻറ്റിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേനും ഞാൻ എന്ത് ചിന്തിച്ചു, മൈസൂർ വരുന്ന എല്ലാ ബസ്സുകളും ഈവനിങ് വൃന്ദാവന് വരും, അപ്പോൾ കുറച്ചധികം വണ്ടികൾ അടുത്ത് കാണാമെന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. ഇതാണ് നമ്മുടെ വൈറ്റ് പാലസ് റെസ്റ്റോറൻറ്റ്. നമ്മുടെ വൃന്ദാവൻ്റെ ടോൾ ഗേറ്റിന് 100 മീറ്റർ ഫ്രണ്ടിലായിട്ടാണ് ഈ റെസ്റ്റോറൻറ്റ് വരുന്നത്. ശരിക്കും 200-ലധികം പേർക്ക് ഒരേ സമയം സീറ്റിംഗ് സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ വൃന്ദാവൻ കണ്ടിട്ട് പെട്ടെന്ന് ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ നാട്ടിൽ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ഓപ്ഷനാണ് ഈ റെസ്റ്റോറൻറ്റ്. അൽഫാം കോംബോയും നോർമൽ മെനുവും എല്ലാം തന്നെ ഇവിടെ ഉണ്ട്. ഇനി എൻ്റെ കഥയിലോട്ട് വരാം ഗൈസ്. ഞാൻ അങ്ങനെ ഇവിടെ മാനേജർ പോസ്റ്റിലാണ് വന്നത്. ഞാൻ വന്നതിനെ പിറ്റേന്ന് 5 പേര് കിച്ചണിൽ നിന്ന് ജോലിയിട്ട് പോയി. അന്ന് മുതൽ ഈ സവാള ഏരിയയിലും അങ്ങനെയുള്ള എല്ലാ ജോലിയും എൻ്റെ ഡ്രസ്സ് തന്നെ കണ്ടറിയാം എന്തോരം കഷ്ടപ്പാട് വിടുന്നു. 400 പേരെ പൊറോട്ട അടിച്ച കൈയാണ് ആ കാണുന്നത്. ഗ്യാസ് തീരുമ്പോൾ ഗ്യാസ് വരെ ഞാൻ പോയി എടുക്കണം. ഞാൻ മുന്നേ എൻ്റെ അടുത്ത് വന്ന് ഞാൻ വീഡിയോ എടുത്ത ബസ്സുകൾ ഇപ്പോൾ റോട്ടിൽ കൂടെ പോകുന്നത് മാത്രം കാണാനുള്ള ഭാഗ്യമാണ് എനിക്കുള്ളത്. ഓരാണെങ്കിൽ എന്നെ പോലും മനസ്സിലാവാതെ ഞാൻ ഇനി റോഡിൽ നിന്നാൽ പോലും എന്നെ മൈൻഡ് ചെയ്യാതെ പോകുന്നൊരവസ്ഥയാണ് കേട്ടാ. ശരിക്കും പറഞ്ഞാൽ പെരും കഷ്ടപ്പാടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. പിന്നെ ഇതേപോലെ പരിചയമുള്ള ചില വണ്ടിക്കാർ വരുമ്പോഴത്തേനും ഇതേപോലെ ലൈറ്റൊക്കെ അടിച്ച് ഹായ് പറഞ്ഞു പോകാറുണ്ടെന്നല്ലാതെ ആരും എന്നെ കണ്ട പരിചയം പോലും കാണിക്കാതെയാണ് ഇപ്പോൾ പോണത്. ഓർക്കറിയത്തില്ലല്ലോ ഈ വൈറ്റ് പാലസിൻ്റെ ഫ്രണ്ടിൽ ഞാനിങ്ങനെ നിൽക്കുമെന്ന്. ശരിക്കും പിന്നെ റെസ്റ്റോറൻറ്റ് വരുന്ന വണ്ടികളാണെങ്കിൽ ഇതേപോലെ എപ്പോഴെങ്കിലും മിന്നായം പോലെ കാണുന്നല്ലാതെ ഓരോടൊപ്പം മിണ്ടാനും എടുക്കാനുള്ള ഒരു സമയമില്ല. കഴിഞ്ഞ ദിവസം മിയാമിയും കാട്ടാറും മഹാദേവിയും ഹൂഫ്മാനും ദാവൂദും അങ്ങനെ ഒരുപാട് വണ്ടികൾ ഡെയിലി റെസ്റ്റോറൻറ്റ് വരുന്നുണ്ട്. ഓരോ വീഡിയോ പോയി ഞാൻ പെറോട്ട അടിക്കുമോ ഓരോ വീഡിയോ എടുക്കുമോ. ഞാൻ കിച്ചണിൽ സവാള ഇരിയുമ്പോഴത്തേനും ഓക്കിലിട്ട് ഓരോ വണ്ടികൾ പോകുമ്പം ജനലിൽ കൂടെ കാണാനുള്ള ഭാഗ്യമേ എനിക്കിപ്പോൾ ഉള്ളൂ. എന്നെ കണ്ടു നിർത്തി ഒരു വണ്ടി നജാത്താണേ. പിന്നെ ഇതേപോലുള്ള കുറേ കൊച്ചുമക്കൾ അടുത്ത് കാണാൻ ഓരോട് സംസാരിക്കാം. അങ്ങനെ ഒരു സന്തോഷമുണ്ട്. വേറൊരു സന്തോഷ വാർത്ത, കിച്ചണിൽ നിന്ന് 5 പേര് ജോലിയിട്ട് പോയതിന് പകരം 6 പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മുതൽ ഞാൻ ഫ്രീ ആണ്. അപ്പോൾ വൃന്ദാവൻ കടയിൽ വരുന്ന വണ്ടീൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാം. അല്ലെങ്കിൽ നിങ്ങളൊക്കെ വൃന്ദാവനിലോട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ വൈറ്റ് പാലസിൻ്റെ ഫ്രണ്ടിലായിട്ട് ഞാൻ ഇവിടെ കാണും. നിങ്ങൾക്ക് ഫുഡ് എന്തുണ്ടെങ്കിലും നിങ്ങൾ വിളിച്ചോ ഗൈസ്. ഓക്കെ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് എപ്പോഴെല്ലാം കാണാം. ബൈ.